أولم يتفكروا ما بصاحبهم من جنة إن هو إلا نذير مبين. ഈ ആളുകൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ അവരുടെ ചങ്ങാതിക്ക് ഭ്രാന്തിന്റെ യാതൊരു ലക്ഷണവുമില്ല തന്നെ. ദുഷ്പരിണതി സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായ താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാരനാകുന്നു അദ്ദേഹം. ചങ്ങാതി എന്നതുകൊണ്ട് നബി തിരുമേനിയാണ് ഉദ്ദേശ്യം. അദ്ദേഹം ജനിച്ചു വളർന്നതും ശൈശവ യൗവന വാർദ്ധക്യ ദശകങ്ങൾ തരണം ചെയ്തതും ആ ജനതയുടെ ഇടയിലാണ്. പ്രവാചകത്വലബ്ധിക്ക് മുമ്പ് അങ്ങേയറ്റം ശുദ്ധപ്രകൃതിയും സദ്ബുദ്ധിയുമായിട്ടേ ജനം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. എന്നാൽ നുബുവത്തിന് ശേഷം ദൈവസന്ദേശം എത്തിക്കാൻ തുടങ്ങിയതോടെ പെട്ടെന്നതാ അദ്ദേഹം ഭ്രാന്തനെന്ന് മുദ്രകുത്തപ്പെടുന്നു. നബിയാവുന്നതിനു മുമ്പ് തിരുമേനി ചെയ്തിരുന്ന വല്ല പ്രവൃത്തിയെയും ആസ്പദമാക്കിയല്ല ഈ ഭ്രാന്താരോപണം എന്നുറപ്പാണ്. പ്രവാചകത്വത്തിനു ശേഷം പ്രബോധനം ചെയ്ത കാര്യങ്ങളുടെ പേരിൽ മാത്രമായിരുന്നു അത്. ഇക്കാരണം കൊണ്ടുതന്നെയാണ് ഇവർക്ക് സ്വൽപ്പമൊന്ന് ചിന്തിക്കരുതോ എന്ന് ചോദിച്ചതും. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് ഭ്രാന്ത്? ബുദ്ധിശൂന്യവും യുക്തിരഹിതവുമായി എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? പ്രപഞ്ച വ്യവസ്ഥിതിയിലോ അല്ലാഹു സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു വസ്തുവിലോ അവധാനപൂർവം അവൻ ചിന്തിക്കട്ടെ. ബഹുദൈവത്വ നിഷേധം, ഏകദേവത്വ സ്ഥാപനം, പ്രപഞ്ചനാഥനുള്ള അടിമത്തം, മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്നിവയെ സംബന്ധിച്ച് അദ്ദേഹം നൽകുന്ന ഉദ്ബോധനങ്ങളെല്ലാം തികച്ചും സത്യമാണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും. മാത്രവുമല്ല, ദൈവസൃഷ്ടിയിലെ ഓരോ അണുവും പ്രപഞ്ചവ്യവസ്ഥിതി മുഴുക്കയും അതിന് സാക്ഷ്യം വഹിക്കും. أولم ينظروا في ملكوت السماوات والأرض وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون. ആകാശഭൂമികളുടെ സംവിധാനത്തെക്കുറിച്ച് ഇക്കൂട്ടർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലേ? അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു വസ്തുവിനെയും അവർ കണ്ണു തുറന്ന് നോക്കിയിട്ടുമില്ലേ? അവരുടെ ജീവിതാവധി അവസാനിക്കാറായി എന്ന് ഒരിക്കലും ആലോചിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ പിന്നെ ഈ അന്തിമദൂതന്റെ മുന്നറിയിപ്പിന് ശേഷം അവർക്ക് വിശ്വസിക്കാൻ മറ്റെന്ത് സന്ദേശമാണുള്ളത്? അതായത്, മരണസമയം ആരും അറിയുന്നില്ല എന്ന വസ്തുത പോലും ഈ വിഡ്ഢികൾ ചിന്തിക്കുന്നില്ലേ? ആരുടെ അവധി എപ്പോൾ ആസന്നമാകുന്നു എന്നത് ഒരു നിശ്ചയവുമില്ല. അങ്ങനെയിരിക്കെ പെട്ടെന്ന് അന്ത്യസമയം വന്നു ചേരുകയും ജീവിതരീതി നന്നാക്കാൻ ലഭിച്ചിരുന്ന അവധി ദുർമാർഗങ്ങളിലും ദുഷ്കർമ്മങ്ങളിലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ഒരുവന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഇവർ ചിന്തിച്ചു നോക്കുന്നില്ലയോ? من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. ആർക്ക് അല്ലാഹു മാർഗദർശനം വിലക്കുന്നുവോ അവന് പിന്നീട് ഒരു മാർഗദർശകനുമില്ല. അല്ലാഹു അവരെ തങ്ങളുടെ ധിക്കാരത്തിൽ വിഹരിക്കുന്നവരായി വിട്ടയക്കുന്നു. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. അവസാനം ആ അന്ത്യനിമിഷം എപ്പോഴാണ് വന്നെത്തുക എന്ന് ഈ ജനം താങ്കളോട് ചോദിക്കുന്നുവല്ലോ. പറയുക, ആ വിവരം എന്റെ റബ്ബിങ്കൽ മാത്രമാകുന്നു. അതിന്റെ സമയത്ത് അതവൻ തന്നെ വെളിപ്പെടുത്തും. ആകാശങ്ങളിലും ഭൂമിയിലും അത് വളരെ കനത്തതായിരിക്കും. ആകസ്മികമായിട്ടാകുന്നു അത് നിങ്ങളിൽ വന്നെത്തുക. താങ്കൾ അതിൽ സൂക്ഷ്മജ്ഞനാണ് എന്ന മട്ടിലല്ലോ ഈ ജനം അതേപ്പറ്റി താങ്കളോട് ചോദിക്കുന്നത്. പറയുക, അതിന്റെ ജ്ഞാനം അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. പക്ഷേ അധികമാളുകളും
ആ യാഥാർത്ഥ്യം അറിയുന്നില്ല. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. പ്രവാചകൻ അവരോട് പറയുക, ഞാൻ എനിക്ക് തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ അധികാരമില്ലാത്തവനാകുന്നു. അല്ലാഹു എന്തിച്ഛിക്കുന്നുവോ അതുമാത്രം സംഭവിക്കുന്നു. സ്വയം അഭൗതിക ജ്ഞാനമുള്ളവനായിരുന്നെങ്കിൽ ഞാൻ എനിക്കു തന്നെ ധാരാളം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുമായിരുന്നുവല്ലോ. എനിക്കൊരിക്കലും ദോഷമേൽക്കുകയുമില്ല. എന്നാൽ ഞാനോ എന്റെ സന്ദേശം അംഗീകരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുകാരനും സുവിശേഷകനും മാത്രമാകുന്നു. അതായത് അദൃശ്യം അറിയുന്നവർക്ക് മാത്രമേ ഖിയാമത്ത് നാളിന്റെ തീയതി പറയാനൊക്കൂ. എനിക്ക് ആ ജ്ഞാനം ലഭിച്ചിട്ടില്ല. നാളെയുടെ കാര്യം പോലും എനിക്കറിഞ്ഞുകൂടാ. എനിക്കും എന്റെ ബന്ധുക്കൾക്കും നാളെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുകയില്ല. ഈ അദൃശ്യജ്ഞാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് എന്തെല്ലാം നാശനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു, എത്രയെത്ര നേട്ടങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു. ഇതൊക്കെ സ്വയം ആലോചിക്കാമായിരുന്നില്ലേ? എന്നിട്ടെന്നോടാണ് വിഡ്ഢികൾ ഖിയാമത്ത് നാളിന്റെ തീയതി ചോദിക്കുന്നത്. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിന് ഇണയെ ഉണ്ടാക്കുകയും ചെയ്തവൻ ആ അല്ലാഹു മാത്രമാകുന്നു. നിങ്ങൾ അതിങ്കൽ ശാന്തി നേടേണ്ടതിനാകുന്നു അത്. എന്നിട്ട് പുരുഷൻ സ്ത്രീയെ പുണർന്നപ്പോൾ അവൾ അവനിൽ നിന്ന് ഒരു ലഘുവായ ഗർഭം സ്വീകരിച്ചു. അവൾ അത് പേറി നടന്നു. പിന്നീടത് ഭാരമായപ്പോൾ ഇരുവരും നാഥനോട് പ്രാർത്ഥിച്ചു, നീ ഞങ്ങൾക്ക് ഒരു നല്ല കുഞ്ഞിനെ പ്രദാനം ചെയ്താൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. പക്ഷേ അല്ലാഹു അവർക്ക് ഗുണം തികഞ്ഞതും കുറ്റമറ്റതുമായ കുഞ്ഞിനെ പ്രദാനം ചെയ്തപ്പോൾ ആ ഔദാര്യത്തിലും കാരുണ്യത്തിലും അവർ മറ്റുള്ളവരെ അവന്റെ പങ്കാളികളായി ആരോപിക്കുകയായി. അവർ ജൽപ്പിക്കുന്ന പങ്കാളികളിൽ നിന്നെല്ലാം അതീതനും അത്യുന്നതനുമത്രേ അല്ലാഹു. ബഹുദൈവാരാധകരുടെ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ നടപടികളെ വിമർശിക്കുകയാണിവിടെ. ഈ പ്രഭാഷണത്തിലെ പ്രമേയമിതാണ്: ആദിയിൽ മാനവകുലത്തിന് തുടക്കം കുറിച്ചത് അല്ലാഹുവാകുന്നു. തുടർന്ന് ഓരോ മനുഷ്യനും ജന്മം നൽകിയതും അല്ലാഹു തന്നെ. ഈ വസ്തുത ബഹുദൈവാരാധകരും സമ്മതിക്കുന്നുണ്ട്. സ്ത്രീയുടെ ഗർഭാശയത്തിൽ പുരുഷബീജത്തിന് ഇരിപ്പിടം നൽകുന്നത് ലഘുവായ ആ ഗർഭഭാരത്തെ ക്രമത്തിൽ ശിശുരൂപമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത്, ശിശുവിൽ പലവിധ കഴിവുകളും യോഗ്യതകളും നിക്ഷേപിക്കുന്നത്, അങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശിശുവിന് ജന്മം നൽകുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാകുന്നു. അല്ലാഹു ഇച്ഛിക്കുന്ന പക്ഷം സ്ത്രീയുടെ വയറ്റിൽ കുരങ്ങനെയോ പാമ്പിനെയോ മറ്റു വല്ല വികൃത ജന്തുവിനെയോ സൃഷ്ടിക്കാം. ഗർഭസ്ഥ ശിശുവിനെ അന്ധനോ ബധിരനോ മൂകനോ മുടന്തനോ ആക്കാം. അഥവാ ശാരീരികവും മാനസികവുമായ കഴിവുകളിൽ ന്യൂനതകൾ വരുത്താം. ഇതിലൊന്നും കൈകടത്താനോ അല്ലാഹു നിശ്ചയിച്ച ഘടന മാറ്റിമറിക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ വസ്തുത ഏകദൈവ വിശ്വാസികളെപ്പോലെ ബഹുദൈവ വിശ്വാസികൾക്കും അറിവുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഗർഭകാലത്ത് അവർ എല്ലാ പ്രതീക്ഷകളും ഏകദൈവത്തിൽ അർപ്പിച്ച് ലക്ഷണമൊത്ത ഒരു കുഞ്ഞിനുവേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പോലും
അജ്ഞതയും അന്ധതയും ഇക്കൂട്ടരെ എവിടെയാണ് എത്തിക്കുന്നതെന്ന് നോക്കുക. പ്രതീക്ഷ പൂവണിയുകയും തിങ്കൾ പോലെ തിളങ്ങുന്ന ഒരു കുഞ്ഞ് പിറന്നു വീഴുകയും ചെയ്തുവെന്നിരിക്കട്ടെ, നന്ദി സൂചകമായ നേർച്ചകളും വഴിപാടുകളുമായി ദേവീ ദേവന്മാരെയോ ഔലിയാക്കളെയോ തങ്ങന്മാരെയോ ഒക്കെയാണ് അവർ സമീപിക്കുന്നത്. കുട്ടിയെ നൽകിയത് അല്ലാഹുവല്ലാത്ത മറ്റാരോ ആണെന്ന് തോന്നിപ്പിക്കുന്ന നാമങ്ങളിലാണ് അതിനെ വിളിക്കുന്നതും. ഹുസൈൻ ബക്ഷ്, പീർ ബക്ഷ്, അബ്ദുർ റസൂൽ, അബ്ദുൽ ഉസ്സ, അബ്ദുഷംസ് എന്നിവ ഉദാഹരണങ്ങൾ. ഈ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം ഗ്രഹിക്കുന്നതിൽ ചിലർക്ക് ഗുരുതരമായ അബദ്ധം പിണഞ്ഞിരിക്കുന്നു. ദുർബലമായ ചില റിവായത്തുകൾ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രഭാഷണാരംഭത്തിൽ മനുഷ്യരാശിയുടെ ഉൽപ്പത്തി ഒരാത്മാവിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ആദമിനെയായിരുന്നു. തുടർന്ന് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കാര്യമാണ് പരാമർശിക്കുന്നത്. ആ ദമ്പതികൾ നല്ല ഒരു സന്താനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കുഞ്ഞു പിറന്നപ്പോഴാകട്ടെ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിൽ മറ്റുള്ളവരെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ പരാമർശം ആദം സംഭവത്തിന്റെ തൊട്ടു പിന്നിലായതിനാൽ അള്ളാഹുവിന് പങ്കുകാരെ കൽപ്പിച്ച ദമ്പതിമാർ ആദം ഹവ്വമാർ തന്നെ ആയിരിക്കുമെന്ന് ചിലർ ധരിച്ചു വശായി. ഈ തെറ്റിദ്ധാരണയ്ക്ക് ഒരു കൂട്ടം റിവായത്തുകൾ നിറം പിടിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം ചേർന്ന് ഒരു സമ്പൂർണ്ണ കഥ കെട്ടിച്ചമയ്ക്കുകയുണ്ടായി. ഹവ്വായുടെ കുട്ടികളൊക്കെ പെറ്റുവീണപാടെ മരിക്കുകയായിരുന്നുവത്രേ. അവസാനം ഒരു കുട്ടി പിറന്നപ്പോൾ പിശാച് അവരെ പ്രലോഭിപ്പിച്ച് അബ്ദുൽ ഹാരിസ് എന്ന് കുട്ടിക്ക് പേരിടാൻ സമ്മതിപ്പിച്ചു പോലും. ഇത്തരം റിപ്പോർട്ടുകളിൽ ചിലത് നബി തിരുമേനിയുമായി ചേർത്തു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ആശ്ചര്യം. ഇതെല്ലാം അപ്പടി അബദ്ധമാകുന്നു. ഖുർആനിലെ വാക്കുകളിൽ ഇതിന് ഒരു പിൻബലവുമില്ല. ഖുർആൻ പറയുന്നത് തികച്ചും മറ്റൊരു കാര്യമാണ്. മാനവ സമൂഹത്തിന് പ്രാരംഭം കുറിച്ച ആദ്യ ദമ്പതിമാരെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാകുന്നു. ആ സൃഷ്ടികർമ്മത്തിൽ മറ്റാർക്കും പങ്കുണ്ടായിരുന്നില്ല. തുടർന്ന് ഓരോ ഇണകളുടെ സമ്പർക്കത്തിൽ നിന്ന് ജന്മം കൊള്ളുന്ന സന്തതികളുടെ സൃഷ്ടികർത്താവും അള്ളാഹു തന്നെ. നിങ്ങൾ മനസ്സാ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണിത്. ഈ സമ്മതം മനസ്സിലൊളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷയോടും ഉത്കണ്ഠയോടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്നത്. എന്നാൽ പ്രതീക്ഷ നിറവേറിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശിർക്കിലേക്ക് വഴുതിപ്പോകുന്നു. അതായത് അള്ളാഹുവിന്റെ മാത്രമായ ഔദാര്യത്തിൽ അവനല്ലാത്തവരെ നിങ്ങൾ പങ്കുകാരാക്കുന്നു. ഈ പ്രതിപാദനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദമ്പതിമാരെ ഉദ്ദേശിക്കുന്നില്ല. ബഹുദൈവാരാധകരായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും കഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സൂക്തങ്ങളിൽ അള്ളാഹുവിന്റെ അധിക്ഷേപത്തിന് വിധേയരായവർ അറേബ്യൻ മുശ്രിക്കുകളായിരുന്നു. നല്ല ലക്ഷണമൊത്ത കുട്ടിക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന അവർ കുട്ടി ജനിച്ച ശേഷം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ മറ്റു പലർക്കും നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു അവരുടെ കുറ്റം. വളരെ നീചമാണ് അവരുടെ ഈ നിലപാട് എന്നതിൽ സംശയമില്ല. എന്നാൽ ഏകദൈവവാദികളായ നമ്മിൽ ഇപ്പോൾ കണ്ടുവരുന്ന ശിർക്ക് കൂടുതൽ നീചമാണെന്ന് ഖേദപൂർവം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. സന്താനലാഭത്തിന് പ്രാർത്ഥിക്കുന്നതുപോലും അള്ളാഹു അല്ലാത്തവരോട്, ഗർഭകാലത്ത് വഴിപാടുകൾ നേരുന്നതും ദൈവേതരന്മാരുടെ പേരിൽ, കുട്ടി ജനിച്ചാലുള്ള നേർച്ചകളും അർച്ചനകളും അന്യരുടെ ആസ്ഥാനങ്ങളിൽ. എന്നിട്ട് ജാഹിലിയ കാലത്തെ അറബികൾ മുശ്രിക്കുകൾ, ഇവരോ തികഞ്ഞ മുവഹിദുകൾ. അവർക്ക് നരകം, ഇവർക്ക് സ്വർഗം. അവരുടെ വഴികേടുകളെ അതിനിഷിദ്ധമായി വിമർശിക്കാം. ഇവരുടെ സത്യമാർഗ വ്യതിയാനത്തെ ചെറുതായൊന്ന് ചോദ്യം ചെയ്തു പോയാൽ മതി, മതസഭകളിൽ ബഹളമായി, കോളിളക്കമായി. ഈ ദുഃഖസത്യം കണ്ട് മഹാകവി അൽതാഫ് ഹുസൈൻ ഹാലി തന്റെ മുസദ്ദസിൽ ഇങ്ങനെ വിലപിക്കുന്നു: ഇതരന്മാർ വിഗ്രഹപൂജ നടത്തിയാൽ കാഫിർ, ദൈവത്തിന് പുത്രനെ സങ്കൽപ്പിച്ചാൽ കാഫിർ, അഗ്നിക്ക് മുമ്പിൽ പ്രണമിച്ചാൽ കാഫിർ, നക്ഷത്രങ്ങളിൽ ദിവ്യശക്തി ദർശിച്ചാൽ കാഫിർ. എന്നാൽ വിശ്വാസികൾക്ക് വിശാലമാണ് മാർഗങ്ങൾ. ആരെ വേണമെങ്കിലും യഥേഷ്ടം ആരാധിക്കാം, നബിയെ വേണമെങ്കിൽ ദൈവമായി കാണിക്കാം, ഇമാമുകളുടെ പദവി നബിയേക്കാൾ ഉയർത്താം, ജാറത്തിങ്കൽ പോയി വഴിപാടുകളർപ്പിക്കാം, ശുഹദാക്കളോട് പ്രാർത്ഥനകൾ നടത്താം. തൗഹീദിന് ഒരു കോട്ടവും വരില്ല. ഇസ്ലാം തകരുകയില്ല, ഈമാൻ തെറ്റുകയില്ല. أيشركون ما لا يخلق شيئا وهم يخلقون. യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാത്തവരും സ്വയം തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരുമായ മൂർത്തികളെ ദൈവത്തിന്റെ പങ്കാളികളാക്കുന്ന ഈ ജനം എന്ത് മൂഢന്മാർ! ولا يستطيعون لهم نصرا ولا أنفسهم ينصرون.
അവർക്ക് ഇവരെ സഹായിക്കാനാവില്ല, അവരെ തന്നെയും സഹായിക്കാനുള്ള കഴിവില്ല. وَإِن تَدْعُوهُمْ إِلَى الْهُدَى لَا يَتَّبِعُوكُمْ سَوَاءٌ عَلَيْكُمْ أَدَعَوْتُمُوهُمْ أَمْ أَنْتُمْ صَامِتُونَ. നിങ്ങൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ അനുഗമിക്കുന്നതുമല്ല. അവരെ വിളിക്കുന്നതും മൗനം പാലിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാകുന്നു. മുശ്രിക്കുകളുടെ ആരാധ്യവസ്തുക്കളുടെ സ്ഥിതി ദയനീയം തന്നെ. നേർമാർഗം കാട്ടിക്കൊടുക്കുന്നതോ ആരാധകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതോ പോകട്ടെ, ഒരു മാർഗദർശിയെ പിൻപറ്റാൻ പോലും ആ പാവങ്ങൾ അശക്തരാണ്. ആരെങ്കിലും വിളിച്ചാൽ ഉത്തരം നൽകാൻ പോലും അവയ്ക്കു കേൾപ്പില്ല.